Hi friends, welcome back again. So നമ്മുടെ ചാനലിൽ മുമ്പ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എങ്ങനെ മൊബൈൽ ഫോൺ വഴി നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് 5 മിനിറ്റിനുള്ളിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് ഒരു 14 ദിവസം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാൽ അത് മുതൽ 14 ദിവസത്തിനുള്ളിൽ നമ്മുടെ ATM കാർഡ് പോസ്റ്റ് വഴിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. സോ എൻ്റെ ATM കാർഡ് വന്നിട്ടുണ്ട്. സോ ഇത് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 മന്ത് ആയിട്ടുണ്ട്. സോ ഞാൻ ഒരു വീഡിയോ ഇടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു. സോ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ATM കാർഡ്. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു കിറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ നമ്മളിപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ATM കാർഡ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട് പേജിലായിട്ട് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഓരോ അഡ്വർടൈസ്മെൻറ്റാണ് ഈ ഒരു ബാങ്കിനെ കുറിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു കവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ളിലായിട്ട് ഒരു പേപ്പർ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതിനുള്ളിലായിട്ട് ഒന്നും ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു കവർ ജസ്റ്റ് ഒന്ന് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു പേപ്പർ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ SIB ഡെബിറ്റ് കാർഡ്, വിസ ഉണ്ടായിരിക്കും, മാസ്റ്റർ കാർഡ് ഉണ്ടായിരിക്കും, റുപ്പേ ഉണ്ടായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് വിസയാണ്. സോ ഓക്കെ, അപ്പം ഞാൻ വിസയ്ക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കാർഡ് ഇതിലായിട്ട് ഒരു ഗമ്മിൽ ഒരു ഒട്ടിച്ചിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ കാർഡ് വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു 3 ഇത് കാണാൻ സാധിക്കും: വിസ, മാസ്റ്റർ കാർഡ്, റുപ്പേ. അതിൻ്റെ റിവാർഡ്സും അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങുന്ന സമയത്ത്, ഓർഡർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ മാനേജേഴ്സ് എഴുതിയിട്ടുള്ള ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു പേപ്പറിൽ തന്നെ അവരോട് കോൺടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കോൺടാക്ട് ചെയ്ത് അവരോട് ഹെൽപ്പ് ചോദിക്കാനുള്ള നമ്പറും ഇമെയിൽ IDയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ATM കാർഡ്. ഞാൻ ക്ലാസിക്കിൻ്റെ ഒരു ATM കാർഡാണ്, വിസ ATM കാർഡാണ്. വിസ ATM കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ATM കാർഡാണ് വിസ ATM കാർഡ്. സോ ഓക്കെ, അപ്പം ഇതുപോലൊരു ഗമ്മിലായിരിക്കും നമ്മുടെ ATM കാർഡ് വന്നിട്ടുണ്ടായിരിക്കുക. സോ ജസ്റ്റ് നമ്മൾ ആ ഒരു ഗമ്മ് ഇങ്ങനെ ജസ്റ്റ് നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേപ്പറിലായിരിക്കും നമ്മുടെ ATM കാർഡ് ഫിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കാം. സോ ഓക്കെ, അപ്പം ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ATM കാർഡ് വന്നിട്ടുണ്ടായി. അതിനുശേഷം അതിലൊരു പട്ടിക നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ ഒരു പേപ്പറിലായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് എങ്ങനെ ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ATM കാർഡ്. സോ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനൽ മുമ്പ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ പിന്നെ സെറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ. ജസ്റ്റ് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് നൽകുന്നുണ്ട്. സോ ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ്. സോ അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ബ്ലർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത് നമ്മളെ പ്രൈവസി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. സോ ഓക്കെ, അപ്പം കാർഡ് നമ്പർ ഞാൻ അത് ബ്ലർ ചെയ്ത് വെക്കുന്നത്. സോ ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇതുപോലെയാണ് നല്ല അടിപൊളി ഡിസൈനിങ് ക്വാളിറ്റിയിലായിരിക്കും നമ്മുടെ കാർഡ് വന്നിട്ടുള്ളത്. മറ്റുള്ള ഏത് ATM കാർഡിൻ്റെയും വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു ATM കാർഡ് വന്നിട്ടുള്ളത്. സോ ഓക്കെ, അതിന് താഴത്തായിട്ടായിരിക്കും നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.